അതൊക്കെ കറക്റ്റ് ടൈമിന് വെച്ചിരുന്നു. പിന്നെ ലാസ്റ്റൊക്കെ കുറച്ച് ഉടായ്പൊക്കെ ആയി തുടങ്ങിയപ്പോ മാറാറുണ്ടായിരുന്നു. ആരായാലും ഇപ്പൊ ഇൻവോൾവ് ആയി പോകും. പിങ്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് പിങ്ക് കോട്ടക്കൽ ബ്രാഞ്ചിലെ ടോപ്പേഴ്സ് ആണ്. നമുക്ക് അവരെ പരിചയപ്പെടാം, അവരുടെ വിശേഷങ്ങൾ അറിയാം. ഹായ് ഹഫീസ്, ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാവോ? എൻ്റെ പേര് ഹഫീസ് അബ്ദുസലാം. ഞാൻ മലപ്പുറം ജില്ലയിൽ തിരൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ തിങ്ക് കോട്ടക്കൽ ബ്രാഞ്ചിൻ്റെ റെഗുലർ ബാച്ചിലെ 1 year സ്റ്റുഡൻ്റ് ആയിരുന്നു. ഇപ്പോൾ ഞാൻ നിഫ്റ്റ് എക്സാം എഴുതി, എനിക്ക് 188 റാങ്ക് വന്നു. ഞാനിപ്പോൾ നിഫ്റ്റ് ചെന്നൈയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ പേര് ശിബ. ഞാൻ ഇവിടെ കോട്ടക്കൽ ഭാഗത്തു നിന്നാണ് വരുന്നത്, മലപ്പുറത്തിൽ. ഞാനിവിടെ റെഗുലർ ബാച്ചിൽ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. കേസ് സ്റ്റഡി എക്സാമിൽ എനിക്ക് 3rd റാങ്ക് കിട്ടി. ഹായ്, എൻ്റെ പേര് ഐഷാസ്മ. ഞാനിവിടെ കോട്ടക്കൽ നിന്നാണ് വരുന്നത്. തിങ്കിലെ റെഗുലർ ബാച്ചിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. NID പ്രശ്നം ട്രൈ ഔട്ട് ചെയ്തു. 133 റാങ്ക് കിട്ടി. NID ആസാമിൽ ജോയിൻ ചെയ്തു. ഇപ്പൊ നല്ലൊരു റാങ്ക് ഒക്കെ കിട്ടി. ഇപ്പൊ എന്ത് തോന്നുന്നു? എന്താണ് ഇപ്പം ഫീലിംഗ് നല്ലൊരു റാങ്ക് കിട്ടിയതിനു ശേഷം? നല്ല സന്തോഷമുണ്ട്. ഒരു വർഷത്തിന് സ്പെൻഡ് ചെയ്തിട്ടാണെങ്കിലും ഇങ്ങനെ എത്താൻ പറ്റിയെന്നുള്ളത് ആലോചിക്കുമ്പോൾ നല്ല പ്രൗഡായി തോന്നുന്നു. എന്താ തോന്നുന്നത്? ഹാപ്പിയാണ്, സന്തോഷമുണ്ട്. ഓക്കെ, എന്താ തോന്നുന്നു? I feel happy. 1 year ഹാർഡ് വർക്കിന്റെ റിസൾട്ട് കാണുമ്പോൾ it feels so good. ഓക്കെ, ഇപ്പം BDS എന്ന് പറഞ്ഞ പ്രോഗ്രാം ഒരുപാട് സ്റ്റുഡൻസ് എടുക്കാത്തതാണ്. അപ്പം എല്ലാവർക്കും ഇതിന്റെ അവയർനെസ് ഒന്നുമില്ല BDS എന്ന് പറഞ്ഞ കോഴ്സിന്. ഇപ്പം കേരളത്തിലായാലും ഇപ്പം അത് അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. അപ്പം നിങ്ങൾ BDS ചൂസ് ചെയ്യാനുള്ള കാരണം എന്താണ്? അത് എൻ്റെ ഉപ്പ കൺസ്ട്രക്ഷൻ ഫീൽഡിലായിട്ട് വർക്ക് ചെയ്യുന്ന റിലേറ്റീവ് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ചെറുപ്പം മുതൽ ഈ ആർക്കിടെക്ചർ ആ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ചെറുപ്പം മുതൽ എനിക്ക് ആ ഒരു ഫീൽഡിലേക്ക് പോകാനുള്ളൊരു താല്പര്യം എനിക്കുണ്ടായിരുന്നു. അത് പിന്നെ എൻ്റെ പാരൻസും എന്നെ അങ്ങനെ എവിടേക്കും അങ്ങനെ പുഷ് ചെയ്തിട്ടില്ല. എൻ്റെ ഒരു ആഗ്രഹത്തിൽ തന്നെയാണ് എന്നെ വിട്ടിട്ടുള്ളത്. പിന്നെ ഒരു 8th 9th ആയപ്പോൾ ഒക്കെയാണ് എന്നോട് പറഞ്ഞത് ഒന്നും കൂടി ഈ ഒരു ആർക്കിടെക്ചറിനേക്കാളും കൂടി ഞാനൊന്ന് ഡിസൈൻ ഫീൽഡ് ഒന്നും കൂടി പെർസ്യൂ ചെയ്യുന്നതായിരിക്കും ഒന്നും കൂടി ബെറ്റർ ആവുമെന്നുള്ളത്. എനിക്ക് വാച്ചിനോട് എനിക്ക് ഭയങ്കര താല്പര്യമാണ്. ആ ഒരു ഇതിൽ വെച്ചിട്ടാണ് ഞാൻ നിഫ്റ്റും പിന്നെ അതിനൊപ്പം തന്നെ യൂണിവേഴ്സിറ്റി പെർസ്യൂ ചെയ്യാനുള്ള ലക്ഷ്യത്തോട് കൂടി തിരഞ്ഞെടുക്കുന്നത്. എന്തുകൊണ്ടാണ് ഡിസൈൻ? എനിക്കിതിനെക്കുറിച്ച് ഒരു അവയർനെസ് ഇല്ലായിരുന്നു അപ് ടു സെർട്ടൻ പോയിന്റ്. കാരണം ഞാൻ പണ്ട് മുതലേ ആർട്ട് നല്ല ചെയ്യുമായിരുന്നു, പല കൈൻഡ് ഓഫ് ആർട്ടിൽ ചെയ്തിരുന്നു. ബട്ട് ഇതുകൊണ്ടൊരു കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഐ ഡിഡ് നോട്ട് അബൌട്ട് ഇറ്റ് ആസ് മച്ച്. അപ്പോൾ എൻ്റെ ഉപ്പയുടെ സ്കൂളിൽ ഞാൻ ബ്രോഷേഴ്സ് ഗിവ് ഔട്ട് ചെയ്തിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇങ്ങനെയുള്ള കുറിച്ച് അറിയുകയും ചെയ്യുന്നത്. ഇറ്റ് വാസ് വെരി ലേറ്റ്. പക്ഷെ സ്റ്റിൽ ഞാൻ വിചാരിച്ചു മേ ബി 1 year ഇതിനു വേണ്ടി കൊടുക്കാമെന്ന് വിചാരിച്ചു. എങ്ങനെയാണ് ആയിഷ ഡിസൈൻ തൊട്ടെത്തിയത്? സോ ചെറുപ്പം തൊട്ടേ ഡ്രോയിങ്സിലും ക്രിയേറ്റീവ് കാര്യങ്ങൾസിലൊക്കെ ഞാൻ ഉണ്ടായിരുന്നു. പിന്നെ ഒരു +2 വരെ ഒരു മെഡിക്കൽ ഫീൽഡ് എന്നുള്ളൊരു മൈൻഡിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. പിന്നെ ഒരു +2 ടൈമിലാണ് ബ്രദർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് UCD എക്സാമിനെ കുറിച്ചിട്ട്. ലൈക്ക് ഡിസൈൻ ഫീൽഡാണ്, ലൈക്ക് അനക്ക് സ്യൂട്ടാവും എന്നുള്ള രീതിയിൽ. പിന്നെ UCDനെ കുറിച്ച് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോഴാണ് NID നിഫ്റ്റ് ഓൾസോ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളത് അറിയുന്നത്. അപ്പോൾ എല്ലാത്തിൻ്റെ കൂടി അതിൻ്റെ സ്പെഷ്യലൈസേഷൻ നോക്കുമ്പോൾ NID എനിക്ക് ഒന്നും കൂടി സ്യൂട്ടാവുന്ന പോലെ തോന്നി. പിന്നെ അതിനുള്ള കോച്ചിങ് സെൻറ്റേഴ്സ് നോക്കി. ഇതിൻ്റെ മുന്നേ ഞാൻ പ്രാവശ്യം ഒരു സ്ഥലത്ത് പോയി, ബട്ട് ഇതിന് വർക്ക് വെൽ ഫോർ മീ. പിന്നെ ഞാൻ തിങ്കിനെ കുറിച്ച് അറിഞ്ഞു, തിങ്കിൽ വന്നു, ട്രൈ ചെയ്തു, കിട്ടി. എൻ്റെ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഇപ്പം നോർമലി ഡിസൈൻ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഡിസൈനിനോട് താല്പര്യമുള്ള സ്റ്റുഡൻസ് ചോദിക്കുന്ന ചോദ്യമാണ് ഡ്രോയിങ് അതൊരു സ്കില്ലാണോ ടാലൻ്റ് ആണോ? അതിന് ഡിസൈനിൽ എത്രയാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്? ഡ്രോയിങ് അത് നിങ്ങളങ്ങനെ വളരെ ടാലൻറ്റഡ് ആയിട്ടിരിക്കണമെന്നൊന്നുമില്ല. നിങ്ങൾക്കതിപ്പോൾ ഒരു കമ്മിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ 1 വർഷം കമ്മിറ്റ് ചെയ്താലും നിങ്ങൾക്ക് ആ സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ളതേ ഉള്ളൂ. ഇപ്പം ഞാൻ എൻ്റെ ഒരു കേസ് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ തിങ്കിൽ വന്ന് ഈ 1 വർഷം ഞാനിവിടെ സ്പെൻഡ് ചെയ്ത് ഈ 1 വർഷം ഞാൻ വരച്ച അത്ര ചിത്രം അതിന് മുമ്പുള്ള എൻ്റെ 18 വർഷത്തിൽ ഞാൻ വരച്ചിട്ടുണ്ടാവില്ല. കാരണം എൻ്റെ ചെറുപ്പം മുതലേ ഇപ്പോൾ ഞാൻ പല സാധനങ്ങൾ ഞാൻ ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ തന്നെ എൻ്റെ ഉമ്മ അങ്ങനെ അത് കണ്ടിട്ട് നോട്ടീസ് ചെയ്തിട്ട് എന്നോട് പറഞ്ഞിരുന്നു അങ്ങനെ പഠിക്കാൻ പോയിക്കോന്ന്. പക്ഷെ അന്ന് ഞാൻ അറിഞ്ഞില്ല ഇങ്ങനെ ഡ്രോയിങ് വേണ്ടി വരുമെന്നും ഭാവിയിൽ ഇങ്ങനെ എക്സാം അപ്പിയർ ചെയ്യുന്നുള്ള കാര്യമൊന്നും ഞാൻ അറിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അതിനങ്ങനെ വല്ലാണ്ട് ഫോക്കസ് ചെയ്തില്ല. ഇവിടെ തിങ്കിൽ വന്നിട്ടാണ് 1 വർഷം കൊണ്ടാണ് എൻ്റെ ഡ്രോയിങ് സ്കിൽസൊക്കെ ഞാൻ ഡെവലപ്പ് ചെയ്തെടുത്തതും
അത് വെച്ച് ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തിട്ടും ഇപ്പം ഞാൻ ഇവിടെ ഇരിക്കുന്നു. അപ്പം ഡ്രോയിങ് ജസ്റ്റ് ഒരു ടാലന്റ് അല്ല, സ്കിൽ നമുക്ക് എത്രത്തോളം നമുക്ക് ഡെവലപ്പും ചെയ്യാൻ ഡെവലപ്പ് ചെയ്തത് നമ്മുടെ കയ്യിലാണ്. അതൊരു നമ്മൾ കമ്മിറ്റ് ചെയ്യാൻ റെഡി ആണെങ്കിൽ നമുക്ക് എന്തായാലും ഉറപ്പായിട്ടും അത് നേടിയെടുക്കാൻ കഴിയും. എന്താണ് അഭിപ്രായം? Drawing is definitely not like an inborn talent. It's something you can work on. അത് നമ്മുടെ ഹാർഡ് വർക്കിനനുസരിച്ച് നമുക്ക് സ്കില്ല് എന്തായാലും നമുക്ക് ബെറ്റർ ചെയ്യാൻ പറ്റും. ബട്ട് ലൈക്ക് അപ് ടു ദിസ് പോയിന്റ് ഞാൻ അങ്ങനെ ആർട്ട് പ്രൊഫഷണലി ചെയ്യാറില്ലായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം ഒരു റൈറ്റ് മെൻറ്റർഷിപ്പിൻ്റെ അണ്ടറിലാണ് എൻ്റെ ആർട്ട് ഓഫ് കോഴ്സ് ബെറ്റർ ആയത്. ഡ്രോയിങ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതൊരു കൺസേൺ ഒന്നും ആക്കേണ്ട ആവശ്യമില്ല. ഇഫ് യു ഡു വാണ്ട് ടു ഗെറ്റ് ഇൻ, ഐ ഫീൽ like coaching on, of course you can make it better than it is now. Coaching or practice can make practice daily sketch ചെയ്താ you can do a lot. എന്താണ് അഭിപ്രായം? ഡ്രോയിങ് ലൈക്ക് പറഞ്ഞ പോലെ ടാലൻ്റ് ആയിട്ട് വരുന്നുണ്ട്, സ്കില്ലായിട്ട് വരുന്നുണ്ട്. ബട്ട് നമുക്ക് എത്ര ആയാലും പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഡെവലപ്പാക്കി എടുക്കാൻ പറ്റുന്നൊരു സാധനമാണ്. ഓൾസോ ഈ എക്സാംസിനൊക്കെ ഒരു ബേസിക് ഡ്രോയിങ് മതി. ലൈക്ക് നമ്മുടെ ഒരു ക്രിയേറ്റീവ് പോയിന്റ് വരച്ചത് അവർക്കത് കൺവേ ആയാൽ മതി, അത്രേ ഉള്ളൂ. ബേസിക്കലി ടാലന്റ് മാത്രമല്ല ഡ്രോയിങ്, സ്കില്ലാണ്. എത്രത്തോളം പ്രാക്ടീസ് ചെയ്യാൻ പറ്റും അത്രത്തോളം ബെറ്റർ ആവാൻ പറ്റും. ഓക്കെ, ഇപ്പം നിങ്ങൾ ഇപ്പം ഓരോ എക്സാംസിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്തു. ഇപ്പം നിഫ്റ്റ് ആയാലും KSDET ആയാലും NID ആയാലും UCD ആയാലും നിങ്ങൾ പ്രിപ്പയർ ചെയ്തു. ഇപ്പം ഡ്രോയിങ്ങിന് നിങ്ങൾ എത്ര ടൈമാണ് കൊടുത്തത്? ഞാൻ ഡ്രോയിങ് വല്ലാണ്ട് ഫോക്കസ് ചെയ്തില്ല. ഞാൻ വരച്ചിരുന്നു കാര്യമായിട്ട്. ഇവിടുത്തെ തന്നെ അസൈൻമെൻറ്റ്സും ഹോംവർക്ക്സ് അതിന്മേലായിരുന്നു എൻ്റെ കൂടുതലായിട്ട് ഞാൻ ടൈം സ്പെൻഡ് ചെയ്തിരുന്നത്. ഡ്രോയിങ്ങിൻ്റെ കാര്യം വരും പിന്നെ കാര്യമായിട്ട് ഒന്നുകൂടി ആപ്റ്റിറ്റ്യൂഡ് ഫോക്കസ് ചെയ്തിട്ടാണ് ഞാൻ ആ ഒരു ത്രൂ ഔട്ട് പോയിട്ടുള്ളത്. ഡ്രോയിങ് സൈഡായിട്ട് ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ലാസ്റ്റ് ഒരു 2-3 മന്ത്സിലാണ് രണ്ടും ഞാനും ഒരുപോലെ ഫോക്കസ് ചെയ്ത് ഞാൻ പോയത്. ലാസ്റ്റ് ഒരു 2-3 മന്ത്സിലാണ് ഡ്രോയിങ് ആയാലും ഇപ്പോൾ ലൈൻ കോഡ് ചിലപ്പോൾ നിഫ്റ്റിനായാലും ഇപ്പോൾ കളറിങ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് കാറ്റ് എക്സാമിന്. അതുകൊണ്ട് തന്നെ ഡ്രോയിങ്ങിൽ ലാസ്റ്റ് ഒരു ഇതിൽ മാത്രം ഞാൻ വല്ലാണ്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളൂ. നിങ്ങളെ ആപ്റ്റിറ്റ്യൂഡും അതുപോലെ ആപ്റ്റിറ്റ്യൂഡ് എടുക്കണം. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഡ്രോയിങ് എല്ലാവരും ഫോക്കസ് ചെയ്ത് പോകുന്നുണ്ട്, ആപ്റ്റിറ്റ്യൂഡ് നോക്കാതെ പോകുന്ന ഒരു പ്രശ്നം പലർക്കും ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഡ്രോയിങ്ങിന് ഇപ്പം ഫീസ് ആണെങ്കിൽ ഒരുപാട് ടൈം കൊടുത്തത് നിഫ്റ്റിന്റെ ക്യാറ്റ് സെക്ഷനാണ്. ക്യാറ്റിൽ എത്രത്തോളം കൊടുക്കാൻ വേണ്ടി അത്രത്തോളം കൊടുത്തു, ക്രാക്ക് ചെയ്യാൻ വേണ്ടിയുള്ള രീതി. ഫീസ് എങ്ങനെയാണ് കൊടുത്തത്? KSDETന് ഡ്രോയിങ് ഇല്ല, പക്ഷെ ഞാൻ എല്ലാവർക്കും നിഫ്റ്റിന് വേണ്ടി ഡ്രോയിങ് ചെയ്ത്. ആക്ച്വലി ഞാൻ കുറച്ച് ലാക്കിങ് ആയിരുന്നു, ബട്ട് സ്റ്റിൽ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. എത്രത്തോളം ടൈം സ്പെൻഡ് ചെയ്തു ഡ്രോയിങ്ങിന്? എക്സ്ട്രാ ടൈം സ്പെൻഡ് ചെയ്യാൻ വെച്ചാൽ തിങ്കിന്ന് വരുന്ന അസൈൻമെന്റ്സ് ചെയ്യുന്നു, ഹോംവർക്സ് ചെയ്യുന്നു, പിന്നെ മോക്ക് ടെസ്റ്റ് ചെയ്യുന്നു ആണ്. പിന്നെ ഒരു എക്സ്ട്രാ ടൈം ഇതിന് കൊടുത്തിന് ലൈൻ ക്വാളിറ്റി നല്ല ഇമ്പ്രൂവ് ചെയ്യാനോടെ ഓൾമോസ്റ്റ് എവരി ഫാക്കൽറ്റീസ് പറയാറുണ്ടായിരുന്നു. സോ അതൊന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ എക്സ്ട്രാ ടൈം ഇരിക്കാന്നല്ലാതെ വേറെ പോയി ചെയ്യാറൊന്നും ഇല്ലായിരുന്നു. തിങ്കിൻ്റെ അത് വെച്ചിട്ട് തന്നെ ചെയ്തിരുന്നത്. തിങ്കിൻ്റെ അസൈൻമെന്റ്സ് തന്നെ ഒരുപാട് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നമുക്ക് ഡെയിലി വരക്കേണ്ട വർക്ക് എന്തായാലും വരും. അതിനിപ്പോൾ അതിനായിട്ട് നമുക്ക് വേറൊരു ടൈം കണ്ടെത്തേണ്ട ഒരു ആവശ്യം വരാറില്ല. തിങ്കിനെ പറ്റി ഞാൻ +2 ഞാൻ 3 എക്സാമൊന്നും ഒരു വട്ടം ട്രൈ ചെയ്തതാണ്. ഇങ്ങനെ കോഴിക്കോട് UCD എക്സാമിന് പോയപ്പോൾ അവിടെ തിങ്കിൻ്റെ സ്റ്റാഫിൻ്റെ ബ്രോഷർ കൊടുക്കുന്നത് ഞാനപ്പോൾ തന്നെ +2 കഴിഞ്ഞ ഒരു ഫൈനൽ ടൈമിലേക്കാണ് ഈ 3 എക്സാമും വരുന്നത്. അപ്പോൾ തന്നെ ഞാൻ ഓൾറെഡി ഓപ്ഷൻസ് നോക്കുന്നുണ്ട്, എവിടെയെങ്കിലും പോയി 1 ഇയർ ഇതിന് വേണ്ടി സ്പെൻഡ് ചെയ്യാനുള്ളൊരു തീരുമാനത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് തിങ്ക് ഇവിടെ കോട്ടക്കലുള്ളത് അറിഞ്ഞത്. പിന്നെ വീടിൻ്റെ അടുത്തുമാണ്. ആ ഒരു ഇതിലാണ് ഞാൻ തിങ്ക് കോട്ടക്കലിൽ എത്തിയത്. എൻ്റെ സ്കൂളിൽ കിട്ടിയ ബ്രോഷേഴ്സ് വെച്ചിട്ട് എൻ്റെ അവിടുത്തെ കൗൺസിലറാണ് എന്നെ തിങ്കുമായി കണക്ട് ചെയ്തത്. അങ്ങനെയാണ് ഞാൻ തിങ്ക വിളിച്ചറിഞ്ഞത്. പിന്നെ ഇവിടെ ജോയിൻ ചെയ്തത്. ഞാൻ ഇതിൻ്റെ മുന്നേ വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് പോയിരുന്നു, 1 വർഷം അവിടെ സ്പെൻഡ് ചെയ്തു. ബട്ട് ഇതിന് വർക്കൗട്ട് വെൽ ഫോർ മീ. അപ്പോൾ പിന്നെ ആ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലാതെ വേറെ ഒന്ന് നോക്കണമായിരുന്നു. പിന്നെ സോഷ്യൽ മീഡിയ ഗൂഗിളൊക്കെ നോക്കിയപ്പോൾ ഒന്നും കൂടി തിങ്ക് അഡാപ്റ്റ് ആയി തോന്നി. തിങ്കിൻ്റെ റിപ്പീറ്റേഴ്സ് ബാച്ചിലാണ് നിങ്ങൾ ജോയിൻ ചെയ്തത്. ആദ്യം തന്നെ ഫസ്റ്റ് ക്ലാസ്സിൽ പോയപ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നിയത്? ഓഫ്കോഴ്സ് ഞാൻ വരക്കുന്ന ഒരാളല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ഒപ്പം വന്നവരൊക്കെ എന്നെക്കാൾ നന്നായി വരക്കുന്നവരല്ല. അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. അവരെല്ലാവരും ഭയങ്കര വരക്കുന്ന ആളുകളാണല്ലോ എന്ന്. പക്ഷെ സ്ലോലി അത് അഡാപ്റ്റ് ആയി, ഞങ്ങൾ ഡെവലപ്പ് ചെയ്തെടുത്തു. ആ സ്പീഡിൽ ഞാൻ മെയിൻറ്റെയിൻ കൊണ്ടുപോയി. എന്ത് തോന്നി ഫസ്റ്റ് ക്ലാസ്സിൽ വന്നപ്പോൾ?
ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ജോയിൻ ചെയ്തത്. അപ്പോൾ ലൈക്ക് ഓൾറെഡി വന്നപ്പോൾ ബാക്കിയുള്ളവരൊക്കെ കുറച്ച് സെറ്റ് ആയിക്കണം, ഫ്രണ്ട്സും കാര്യങ്ങളും. അപ്പം അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. ഐ വാസ് വെരി സൈലന്റ്. പിന്നെ ഫസ്റ്റത്തെ ക്ലാസ് അക്ഷയ് സാറായിരുന്നു. അക്ഷയ് സാറായിരുന്നു എൻ്റെ തിങ്കിൻ്റെ ആദ്യത്തെ ദിവസം വന്നൊരു ഇംപ്രഷൻ കിട്ടിയത്. പിന്നെ അങ്ങനെ ഓക്കെ വന്ന് എല്ലാവരുമായിട്ട് സെറ്റായി ബൈ തകർത്ത്. അതെ. എങ്ങനെയാണ് തിങ്കിനെ തകർത്തത്? ഇവിടെ ഒരുപാട് കൾച്ചറലായിട്ടും ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ ആ പ്രോഗ്രാംസിലൊക്കെ നമ്മളങ്ങോട്ട് വല്ലാണ്ട് ആരായാലും ഇപ്പം അങ്ങോട്ട് ഇൻവോൾവ് ആയി പോകും. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഭാഗമായിട്ട് കുറേ ഞങ്ങളിവിടെ ആ പരിപാടിൻ്റെ ആവശ്യത്തിന് ഞങ്ങൾ കുറേ അവിടെ ഇവിടെ ചുറ്റിക്കറങ്ങി നടന്നു എല്ലാ രീതിയിലൊക്കെ നന്നായി അടിച്ചു പൊളിച്ചിട്ടുണ്ട്. നല്ല ഫണ്ണായിരുന്നു ഒരു ഇയർ ഇവിടെ സ്പെൻഡ് ചെയ്തത്. ഞാൻ ആക്ച്വലി 1 year ഞാൻ കുറച്ച് ലേറ്റായി ജോയിൻ ചെയ്തത്. എനിക്ക് ആദ്യം ഞാൻ കുറച്ച് ലേറ്റ് ബാക്ക് ആണ്, എനിക്ക് അങ്ങനെ അത്ര ആക്കണമെന്ന് സംസാരിക്കാറൊന്നുമില്ല. ബട്ട് സ്റ്റിൽ അങ്ങനത്തെ പ്രോഗ്രാംസ് ഒക്കെ ആകുമ്പോൾ എന്തായാലും നമ്മൾ അതിൽ ഇൻവോൾവ് ആയി പോകും. സോ ദാറ്റ് വേ വാസ് വെരി ഇന്ററാക്റ്റീവ് ആൻഡ് നൈസ്. എന്ത് പറയുന്നു 1 year? ഇവിടെ കുറേ സെലിബ്രേഷൻസ് ഇവൻറ്റ്സ് ഉണ്ടാവാറുണ്ട്. അറ്റ് ലാസ്റ്റ് എവറി സെലിബ്രേഷൻ ആൻഡ് ഈവൻറ്റ്സ് ഒരു കോമ്പറ്റീഷനാണ് ബിറ്റ്വീൻ എവറിത്തിങ് ബ്രാഞ്ച്. അപ്പം നമുക്ക് ഉണ്ടാവും നമ്മളുടെ ഭാഗത്തു നിന്ന് ഒരു എഫേർട്ട് ഇട്ടിട്ട് അത് ടോപ്പ് ആവണം, നമ്മളെ ബ്രാഞ്ച് ടോപ്പ് ആവണം എന്നുള്ള രീതിയിൽ ഇറ്റ് വാസ് ഗുഡ്. എല്ലാവരും ഒന്ന് സിങ്ക് ആവും നല്ലോണം. എന്ത് ടൈപ്പ് സെലിബ്രേഷൻസ് ആണ്? ഒരുപാട് സെലിബ്രേഷൻസ് ഉണ്ടായിരുന്നില്ലേ? അതേപോലെ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ അത് എന്ത് ടൈപ്പ് കോമ്പറ്റീഷൻ ആയിരുന്നു? ആർട്ടോ എന്ന് പറഞ്ഞിട്ടൊരു മെയിൻ കോമ്പറ്റീഷൻ അതായിരുന്നു. അതിൻ്റെ സബായിട്ടാണ് ബാക്കിയുള്ള എല്ലാ കോമ്പറ്റീഷൻസും പ്രോഗ്രാംസൊക്കെ നമ്മളിവിടെ കണ്ടക്ട് ചെയ്തിരുന്നത്. അപ്പോൾ ആർട്ടോ ഇപ്പോൾ ഡ്രോയിങ് കോമ്പറ്റീഷൻസ് അതിൻ്റെ ഒരു സൈഡിൽ കൂടി പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഓണം സെലിബ്രേഷൻസ്, ഹാലോവീൻ, അതെല്ലാം അതിൻ്റെ സൈഡിലൂടെ എല്ലാം ഒരുപോലെ തന്നെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അതൊക്കെ ആയിരുന്നു. എന്ത് ടൈപ്പ് ആക്ടിവിറ്റീസിലാണ് ഇൻവോൾവ് ചെയ്തത്? ഇപ്പോൾ സെലിബ്രേഷൻസ് പറഞ്ഞില്ല, ഓണം, അതിൽ എന്ത് ടൈപ്പ് ആക്ടിവിറ്റീസിലാണ് ഇൻവോൾവ് ആയത്? ഒരുവിധമെല്ലാം ആർട്ടോവ അത് നമ്മളായി പോകും. എല്ലാവരുടെ ഇടയിലാകുമ്പോൾ ആർട്ടോവ കപ്പ് എടുക്കാൻ വേണ്ടി ഒരു ടീം എഫേർട്ടായിട്ട് തന്നെ എല്ലാവരും ഇൻവോൾവ് ആകാൻ പറ്റി. എങ്ങനെയായിരുന്നു ഇൻവോൾവ്മെന്റ് എല്ലാത്തിലും? തിങ്ക്ടോക്കർ വാസ് ഇൻഡിവിജ്വൽ കോമ്പറ്റീഷന്. സോ നമുക്ക് നല്ല സ്ട്രെസ് മാതിരിയല്ല, എന്നാലും സ്റ്റാഫ്സ് നമ്മളെ പിന്നാലെ നടക്കുന്നു. വിഷ്ണു സാറും അഞ്ജലി മാം ചെയ്യ് അവർക്ക് അയച്ചു കൊടുക്ക്, നമ്മുടെ ബ്രാഞ്ച് ടോപ്പ് ആവണം എന്നുള്ള രീതിയിൽ. അതെ, അപ്പൊ നമ്മളെന്തായാലും ചെയ്യുമായിരുന്നു. പിന്നെ ആട്ടോവ ആയാലും ബിറ്റ്വീൻ ദ ബ്രാഞ്ച് കോമ്പറ്റീഷൻ അതും ചെയ്യും. ഓണത്തിനാണെങ്കിൽ നല്ല സെലിബ്രേഷൻസും മറ്റേ നമ്മൾ തമ്മിൽ തന്നെ ഉള്ളിൽ ചെറിയ കുഞ്ഞു കോമ്പറ്റീഷൻസ് ഒക്കെ ആയിട്ട് ഹാലോവീനും അങ്ങനത്തെ ഫണ്ണായിരുന്നു എല്ലാം. നല്ല രസമായിരുന്നു അല്ലേ? അപ്പാർട്ട് ഫ്രം സെലിബ്രേഷൻസ്, അക്കാഡമിക്സ് എങ്ങനെയായിരുന്നു പ്രിപ്പയർ ചെയ്യിപ്പിച്ചിരുന്നത്? ഭയങ്കര സ്ട്രെസ് ഫ്രീ ആയിരുന്നു. ഒരു വർഷം ഞാൻ അങ്ങനെ വല്ലാണ്ട് ഒരു ടെൻഷൻ ഫീൽ ചെയ്തിട്ടില്ലേ. ഞാൻ നല്ല കൂളായിട്ടാണ് ആ ഒരു വർഷം മുഴുവൻ ഞാൻ പോയത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ എക്സാമിന് എനിക്ക് നന്നായി ഹെൽപ്പ് ചെയ്തു. ഞാനിങ്ങനെ അവിടെ മുന്നിലും ഇപ്പം കമ്പ്യൂട്ടർ നിഫ്റ്റും യൂസ് ചെയ്തൊക്കെ കമ്പ്യൂട്ടർ ബേസ്ഡ്. അപ്പം NID ആണ് പേപ്പർ ബേസ്ഡ്, NID മാത്രമേ. അങ്ങനെ എനിക്കെപ്പോഴും ഈ ക്വസ്റ്റ്യൻ്റെ മുന്നിലൊക്കെ എത്തുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വളരെ കൂളായിരുന്നു. ആ കൂൾനെസ് എൻ്റെ ടൈം മാനേജ്മെൻറ്റിനെ എല്ലാത്തിനും എന്നെ നന്നായി സഹായിച്ചിട്ടുണ്ട്. ആദ്യം എനിക്ക് കുറച്ച് എനിക്ക് അതിലേക്ക് സെറ്റിൽ ചെയ്യാൻ കുറച്ച് സമയം എടുത്തു. ബട്ട് സ്റ്റിൽ നൺലെസ് ആപ്റ്റിറ്റ്യൂഡൊക്കെ ആയപ്പോൾ എനിക്ക് ഇംഗ്ലീഷും മാത്സ് ലോജിക്കൊന്നും എനിക്ക് ഇറ്റ് കെയിം ഈസി ടു മീ. ബട്ട് GK എനിക്കിഷ്ടമല്ല. അപ്പോൾ GK ഞാൻ മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്യാൻ നോക്കി. അലോങ് വിത്ത് ദ ഡ്രോയിങ്. സോ അത് എന്തായാലും അത് ഒരു ലൈനല്ല പോയത്. അതിന് ഫ്ലക്ച്വേഷൻസ് ഉണ്ടായിരുന്നു. മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയി. എങ്ങനെയുണ്ടായിരുന്നു അക്കാഡമിക്സ്? നല്ലതായിരുന്നു. ഞങ്ങൾക്ക് എല്ലാ ദിവസം അസൈൻമെന്റ് തരുമായിരുന്നു. എല്ലാ വീക്കിലും മോക്ക് ടെസ്റ്റ്, ഓൾട്ടർനേറ്റീവ് ഡേയ്സ് ആയിട്ടും എല്ലാ മോർണിംഗ് മോക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ടീച്ചിങ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ഫാക്കൽറ്റീസ് വിൽ ബി ഇൻ ബിറ്റ്വീൻ അസ്. നമ്മുടെ അടുത്തൊക്കെ ഇറങ്ങി വരും. സോ നമുക്കൊന്നും പാടെ സുഖമാണ് അവരായിട്ട് മിങ്കിളാവാനും. ആ ഒരു ഇത് പോകും. മനസ്സിലായി. ഓക്കെ, ഇപ്പം അസൈൻമെന്റ്സ് ഒക്കെ തരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ നിങ്ങൾ കറക്റ്റ് സമയത്ത് വയ്ക്കാറുണ്ടോ? ചെറുതായിട്ട് കണ്ടും കണ്ടോ മാറാറുണ്ടായിരുന്നു. ബിസിനസ് സാറും എഞ്ചിനീയറിംഗ് ഞങ്ങൾ പിന്നാലെ ഇങ്ങനെ നടക്കും, സബ്മിറ്റ് ചെയ്യുന്നതിന്റെ വല്ലപ്പോഴൊക്കെ ഒന്നും ഇങ്ങനെ
എന്തെങ്കിലും പരിപാടിയൊക്കെ വീട്ടിൽ വന്ന് കയറി വന്നാൽ ഇങ്ങനെ സ്കിപ്പ് ചെയ്യും, 2 ദിവസം കഴിഞ്ഞ് വെക്കും. പക്ഷെ കുഴപ്പമില്ലായിരുന്നു. ഓക്കെ, ചിലത് അപ്ഡേറ്റ് അല്ലായിരുന്നെങ്കിലും സബ്മിറ്റ് ചെയ്തിരുന്നു, സാധനം ടേബിൾ ഉണ്ടായിരുന്നു. ഇപ്പം അസൈൻമെന്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്യത്തില്ലേ, അപ്പൊ അതിന്റെ ഇവാലുവേഷൻ ഇപ്പം ലേറ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്താലും ഇവാലുവേഷൻ ചെയ്ത് കറക്റ്റ് ഫീഡ്ബാക്ക് കിട്ടാറുണ്ടോ? കിട്ടാറുണ്ട്. അതുകൊണ്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ ഓരോ സ്കിൽസ് അല്ലെങ്കിൽ ഓരോ ക്വസ്റ്റ്യൻസ് ഡിമാൻഡ് ചെയ്യുന്നത്? ഓരോ ഗ്രേഡൊക്കെ അനുസരിച്ച് നമുക്ക് എവിടേക്കെല്ലാം ആക്കിയിട്ടുണ്ടെന്ന് നോക്കിയിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റും. ലേറ്റ് ആയിട്ട് ജോയിൻ ചെയ്തെന്നല്ലേ പറഞ്ഞത്? ലേറ്റ് ആയിട്ട് തന്നെ അസൈൻമെന്റ് വെക്കുന്നത്. എനിക്ക് ലാസ്റ്റ് കുറച്ച് മടിയായി തുടങ്ങിയിരുന്നു. അപ്പൊ പിന്നെ സാറും മാമും ഫൈന് തരണം എന്നുള്ള രീതിയിലെത്തി. എങ്ങനെയൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ച് അവിടെ വെച്ചിരിപ്പിക്കും സാറ്. അത് ചെയ്യിപ്പിക്കാം. വളരെ ചിട്ടായിരുന്നു. വെരി വെരി സ്ട്രിക്റ്റ് വൈബായിരുന്നു. വിഷ്ണേഷ് സാർ നോട്ട് ദ പോയിന്റ്. എവിടെയെന്ന് വരുന്നില്ലേ? വിജയിച്ചു വന്നു. പല ഫേമസ് ഗെയിം പൂക്കളം. സ്റ്റുഡൻസിനോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അങ്ങനെ സന്തോഷമായി. സന്തോഷമായി.